ഡിസംബർ മാസം 25 ക്രിസ്തു വർഷം 2024 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ജീവനും ചൈതന്യവുമുള്ള ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. നമുക്കറിയാവുന്നതുപോലെ ലോകം മുഴുവനും ഇന്ന് ക്രിസ്മസ് സുദിനം ആഘോഷിക്കുന്ന ദിവസമാണ്, നാളുകളാണ്, ദിവസങ്ങളാണ്. തീർച്ചയായിട്ടും ഇന്ന് ക്രിസ്മസ് തന്നെയാണ് നമ്മളുടെ വിഷയം. തിരുവചനത്തിൽ നിന്ന് ദൈവവചനം പറയുന്ന ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും അതിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് നമുക്കിന്ന് പഠിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ഇന്ന് തിരുവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായിത്തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുമുണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബെത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസേഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ട ശേഷം ഈ പൈതലിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. ഇതാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനവും അതിനോട് ബന്ധപ്പെട്ട സ്വർഗീയവുമായിട്ടും ഭൂമിയിൽ നടന്ന കാര്യങ്ങളും അവിടെ എഴുതിയിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അവിടുത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. അവിടുന്ന് ലോകത്തെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ മനുഷ്യനായിട്ട് അവതരിച്ച ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നു. കർത്താവ് ജനിച്ച ആ ദിവസത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ ഒരു പാരമ്പര്യമാണ് എങ്കിൽ കൂടി ഞങ്ങളിത് ആഘോഷിക്കുമ്പോൾ, സ്മരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഞങ്ങൾക്ക് ദൈവിക സത്യങ്ങളിലേക്കും എൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കും അതിനാൽ ഞങ്ങൾ ചെയ്യേണ്ട വിശ്വാസത്തിലെ പരിവർത്തനങ്ങളും ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാകിയാൽ സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. ക്രിസ്മസ് സന്ദേശം 2024. ലോകം മുഴുവൻ ഇന്ന് ക്രിസ്മസിനെ സംബന്ധിച്ച് ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന, കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ക്രിസ്തുമസിനെ സംബന്ധിച്ച പാട്ടുകൾ, അതിനോട് ബന്ധപ്പെട്ട ഓർക്കസ്ട്ര, അതിനോട് മനോഹരമായ പാട്ടുകൾ, അതും ഇതിനോട് ബന്ധപ്പെട്ട് ക്രിസ്മസിനോട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഈ പാട്ടുകൾ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിലും ഇംഗ്ലീഷിനുമെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ ഈ
അവസരത്തിൽ പാടുന്ന മനോഹരമായ പാട്ടുകൾ, അതിൻ്റെ റൈംസ് ആൻഡ് റിതം, അതിനോട് ചേർന്നിട്ടുള്ള അക്കമ്പാനിമെൻറ്റ് എന്ന് പറയുമ്പോൾ സ്വരമാധുര്യത്തോടു കൂടിയുള്ള പാട്ടുകൾ, നമുക്ക് അറിയാം ഇംഗ്ലീഷിൽ നമ്മൾ അതിന് ആൾട്ടോസ്, ബാസ്, സൊപ്രാനോ, ഇങ്ങനെ വിവിധ ശബ്ദങ്ങളിൽ പാടി നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആശ്ചര്യഭരിതരാകുകയാണ്. എന്തുകൊണ്ട് ലോകം ഇതിനെ സംബന്ധിച്ച് പാടുന്നു, ക്രിസ്തുമസിനെ സംബന്ധിച്ച് പാടുന്നു? വെളിച്ചവും ശബ്ദവും ആഘോഷങ്ങളുമുള്ള ഈ കാലത്ത്. എന്നാൽ ഇതാരെ സംബന്ധിച്ചാണ്, എന്തിനെ സംബന്ധിച്ചാണ് എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും ഇവയെല്ലാം ചെയ്യുന്ന ആൾക്കാർക്ക് അത് ബോധ്യമില്ലാതെ വിശ്വാസമായി തീർന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം, ശ്രമിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്മസിൻ്റെ യാഥാർത്ഥ്യം അത് നമുക്ക് 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ, അവൾ മറിയ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലാകിയാൽ പലിശത്തൊട്ടിയിൽ കിടത്തി. അപ്പോൾ ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. മറിയ എന്ന ഒരു കന്യകയായിരിക്കുമ്പോൾ തന്നെ ഗർഭിണിയാകുകയും പരിശുദ്ധാത്മാവിൽ ഗർഭിണിയാകുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറഞ്ഞ പ്രവചനങ്ങൾ അതേപടി ചരിത്രത്തിൽ നിവൃത്തിയാകുകയും ചെയ്തു. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കന്യക ഗർഭം ധരിച്ചു, കന്യക പ്രസവിക്കാനുണ്ടായത്, ആ കന്യക ഒരു മകനെ പ്രസവിച്ചു. ഇത് വളരെ അത്ഭുതകരമായ ഒരു പ്രവചനവും ഒരു നിവൃത്തിയുമാണ്. ഇതൊരു ചരിത്ര യാഥാർത്ഥ്യവുമാണ്. സത്യത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അതൊരു ചരിത്രത്തിൽ നടന്നൊരു സംഭവമായിരിക്കണം. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിന് ചില തെളിവുകൾ ആവശ്യമാണ്. ഒന്ന്, ഇത് സംഭവിച്ച കാര്യം ആയിരിക്കണം. അതുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് ക്രിസ്മസ് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മറിയ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. അവൾ അതിനു മുമ്പ് കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല. അവളുടെ ഗർഭം തുറന്നത് ആദ്യമായിട്ട് യേശു ക്രിസ്തുവാണ്. അതും കന്യകയായിട്ട് ഗർഭം ധരിക്കുകയും കന്യകയായി തന്നെ അവൾ പ്രസവിക്കുകയും ചെയ്തു എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ട ആവശ്യം. രണ്ടാമതായിട്ട് ആ ഭാഗത്ത് പറയുന്നത്, അവൾ എന്ത് ചെയ്തു? മറിയ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായികയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അപ്പോൾ ഇവിടെ നമുക്ക് 2 അടയാളങ്ങളാണ് ദൈവം തൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതും സംഭവിച്ച കാര്യങ്ങളാണ്. ഇത് ചരിത്ര യാഥാർത്ഥ്യമാണ്. പ്രസവിച്ചു, അത് ആദ്യജാതനാണ്, അത് മകനാണ്. അവൾ കന്യകയായപ്പോൾ തന്നെ സംഭവിച്ചു. അതിനുശേഷം അവൾ ശീലയിൽ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തി. അത് ഒരു അടയാളമായി ആട്ടിടയന്മാരോട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യവും ശീലകൾ ചുറ്റി കിടത്തി, ഇത് ചരിത്ര യാഥാർത്ഥ്യവും സ്വർഗത്തിൽ നിന്നുള്ള അടയാളവും ആയിരുന്നു. അതുകൊണ്ട് ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് എന്നുള്ളതും ഇത് വാസ്തവമായിട്ട് നടന്നു എന്നുള്ള കാര്യവും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് ഗുണകരമാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എപ്രകാരമാണോ ദൈവം പറഞ്ഞത് അപ്രകാരം തന്നെ ചരിത്രത്തിൽ അത് സംഭവിക്കാനുണ്ടായത്. നമുക്ക് തുടർന്ന് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾ, സ്ഥലങ്ങൾ, ശബ്ദങ്ങൾ, അവരുടെ സംസാരങ്ങൾ, മനുഷ്യർ, യൂതന്മാരും ഉള്ള സംസാരവും സ്വർഗത്തു നിന്നുള്ള പാട്ടും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതും ഒരു ചരിത്ര യാഥാർത്ഥ്യമായിരുന്നുവെന്നും അങ്ങനെ യാഥാർത്ഥ്യങ്ങളിൽ സംഭവിച്ച, ചരിത്രത്തിൽ സംഭവിച്ച യഥാർത്ഥ സംഭവമാണ് ക്രിസ്മസ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ ഈ വ്യക്തികളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ 2 വ്യക്തികൾ 2-ാം അധ്യായത്തിൽ, ലൂക്കോസിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഒരു
ഒരു പേർ വഴി ചാർത്തേണം എന്ന് ഉള്ള ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. നമുക്കറിയാം ഇന്നത്തെ സെൻസസ് എത്ര ജനസംഖ്യ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കണക്ക് അതായിരുന്നു. അത് സംഭവിച്ച ആ കാലഘട്ടത്തിൽ ഇത് ചെയ്തത് ഈ കൽപ്പന പുറപ്പെടുവിച്ച അന്നത്തെ റോമ ചക്രവർത്തിയായിരുന്ന ഒഗസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചു എന്നാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു വ്യക്തി, വൺ പേഴ്സൺ, ഞാൻ പറയാനുള്ള ഉദ്ദേശം ഇത് നമ്മുടെ ചരിത്രത്തിൽ മനുഷ്യരുടെ മധ്യത്തിൽ നടന്ന ഒരു വലിയ കാര്യമാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ കാണാം ഇത് കുര്യനോസ് സുറിയ നാട് വാഴുമ്പോൾ, രണ്ടാമത്തെ പേര് കുര്യനോസ് എന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന വ്യക്തികൾ വാസ്തവത്തിൽ ചരിത്രത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഇത് ചരിത്ര സംഭവമല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിനെ ഒരു അസത്യമായിട്ട് നമുക്ക് തള്ളിക്കളയാം. അങ്ങനെയെങ്കിൽ ക്രിസ്മസിന് യാതൊരു പ്രാധാന്യവുമില്ല. എന്നാൽ ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണെന്നും ഇത് മനുഷ്യരുടെ മധ്യത്തിൽ ചരിത്രത്തിൽ നടന്നൊരു കാര്യമാണ് എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് നമുക്കറിയാം യോസേഫ് ദാവീദിൻ്റെ കുടുംബത്തിലെയും വംശത്തിലും പെട്ടവനായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു ദാവീദിൻ്റെ കുലത്തിൽ ജനിക്കണം. ദാവീദിൻ്റെ കുലത്തിൽ ജനിച്ചവനാണ് യഥാർത്ഥ ക്രിസ്തു. അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ വ്യക്തിയെ നമ്മളിവിടെ പരിചയപ്പെടുന്നത് യോസേഫാണ്. ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നു. തീർച്ചയായിട്ടും മറിയ കന്യകയായി ഗർഭം ധരിക്കുകയും കന്യകയായി തന്നെ പ്രസവിക്കുകയും ചെയ്ത ഒരു കുഞ്ഞാണ്, ഒരു മകനാണ്, ഒരു പുത്രനാണ്, ഒരു ആൺകുഞ്ഞാണ് എന്നുള്ളതും ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. പിന്നെ നമുക്കറിയാം എൻ്റെ ആട്ടിടയന്മാർക്ക് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. ആ ദൂതനോട് ചേർന്ന് അനേക ദൂതന്മാർ സംഘം ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതും വളരെ വ്യക്തമായ, അങ്ങനെ പല തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് ഇവിടെ കാണാനും കഴിയും. അതുപോലെ തന്നെ ഒരു ചരിത്ര യാഥാർത്ഥ്യമാകണമെങ്കിൽ വ്യക്തികൾ വേണം, സമയത്തിൽ സംഭവിച്ചതായിരിക്കണം, ചരിത്രത്തിൽ സംഭവിച്ചതായിരിക്കണം, ഒരു പ്രത്യേക സ്ഥലത്ത് സംഭവിച്ചതായിരിക്കും. സ്ഥലം അതും വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഈ സ്ഥലങ്ങളെ പറ്റി പറയുമ്പോൾ ഒന്ന് സിറിയ, കുരേനോസ്, സുറിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ, അത് വാഴുമ്പോൾ അവിടുത്തെ ഗവർണറായിരുന്നു അദ്ദേഹം. ഇതെല്ലാം ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യങ്ങൾ ആണ്. അതുപോലെ തന്നെ ഗലീലി, യോസേഫ് ഗലീലയിൽ നിന്ന് നസറത്തിലേക്ക് പുറപ്പെടുകയാണ്. എങ്ങോട്ടാണ് പുറപ്പെടുന്നത്? ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക്. അപ്പോൾ അങ്ങനെ ഗലീലി, സിറിയ, നസറത്ത്, യൂദയിലെ ദാവീദിൻ്റെ പട്ടണം ബെത്ലഹേം, ഇങ്ങനെ സ്ഥലങ്ങളെ സംബന്ധിച്ചും പറഞ്ഞ്, വ്യക്തികളെക്കുറിച്ച് പറഞ്ഞ്, അന്നത്തെ സാഹചര്യങ്ങളെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണിച്ചുകൊണ്ടാണ് പറയുന്നത് മറിയ ആദിജാതനായ പുത്രനെ, മകനെ പ്രസവിച്ചു, അവളെ തുണി കൊണ്ട് ചുറ്റി പുൽത്തൊട്ടിയിൽ കിടത്തി എന്നുള്ളത്. അതുകൊണ്ട് വ്യക്തികളും സ്ഥലങ്ങളും ക്രിസ്തുവിൻ്റെ ജനനത്തെ സാധൂകരിക്കുന്നു, വ്യക്തമാക്കിയാണ്. സ്ഥലങ്ങൾ, പേരുകൾ, ചരിത്ര സംഭവങ്ങൾ. പ്രധാന സംഭവം എന്തായിരുന്നു? സെൻസസ്, ജനസംഖ്യയുടെ ഒരു കണക്കെടുപ്പ്. വ്യക്തികളും സ്ഥലങ്ങളും ക്രിസ്തുവിൻ്റെ ജനനം ചരിത്ര സത്യം ആണെന്നതിന് തെളിവുകളാണ്. അടുത്തതായിട്ട് നാം പരിഗണിക്കാൻ പോകുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ മറിയ, കന്യകയായി തന്നെ പ്രസവിച്ച പുത്രൻ, മകൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ വിവിധ ശബ്ദങ്ങൾ, സംസാരങ്ങൾ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ഒന്ന് ഗബ്രിയേൽ ദൂതൻ. ഗബ്രിയേലിനെ കുറിച്ച് നമുക്ക് വേദപുസ്തകം പറയുന്നത് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൂതനാണ്. ദൈവസന്നിധിയിൽ പല തരത്തിലുള്ള ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദൂതന്മാരാണ്
ഈ ദൈവസന്നിധിയിൽ നിൽക്കുന്ന, ദൈവത്തിൻ്റെ കൂടുതൽ അടുത്ത് അറിയാവുന്ന അതിലൊരു വ്യക്തിയാണ് ഗബ്രിയേൽ. അതുപോലെ തന്നെ മൈക്കിൾ. ഗബ്രിയേൽ പൊതുവെ ദൈവത്തിൻ്റെ സന്ദേശം നൽകുന്ന ഒരു വാഹകനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ശബ്ദം കേൾക്കുന്നത് ഈ ദൈവസന്നിധിയിൽ നിന്ന് വന്ന ഗബ്രിയേൽ എന്ന പ്രധാന ദൂതൻ്റെ ശബ്ദമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയയോട് ഈ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത് നമുക്കറിയാം. അതാണ് ലൂക്കോസിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 33 വാക്യങ്ങൾ. ഇത് വാസ്തവത്തിൽ നടന്ന സംഭവമാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അതിന് സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ച ഗബ്രിയേൽ ദൂതൻ അതിന് സാക്ഷ്യം വഹിച്ചു. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 33, 35, 37 വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 37, 35, 36, 37 വാക്യങ്ങളാണ്. 3 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35, 36, 37 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതനും മറിയയും തമ്മിലുള്ള സംഭാഷണം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ സംഭവിച്ച കാര്യമാണോ? ഇത് നമുക്ക് വിശ്വാസയോഗ്യമാണോ? അതിനാൽ തിരുവചനം, ബൈബിൾ, ഈ 66 പുസ്തകങ്ങളുടെ പുസ്തകം നമുക്ക് വിശ്വാസയോഗ്യമാണോ? ഇതിൽ വിശ്വസിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച്, ഇതിലെ ക്രിസ്തുവിൽ വിശ്വസിച്ച്, അവൻ്റെ കാൽവരി മരണത്തിനും പുനരുദ്ധാനത്തിനും വിശ്വസിച്ച് നാം അതിൻ്റെ ഫലപ്രാപ്തി ലഭിക്കുമോ? അതാണ് ക്രിസ്മസിനോടുള്ള ബന്ധപ്പെട്ട സന്ദേശം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വായിക്കുന്നത്, അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധപ്രദ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിൻ്റെ ചാർച്ചക്കാരത്തി എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഈ സംഭാഷണം, ഗബ്രിയേൽ ദൂതൻ്റെ സംഭാഷണം, അവൻ്റെ ശബ്ദം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് 1-ാമത്തെ ആയിട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിച്ചത്. 2-ാമത്തെ ശബ്ദം മറിയയുടെ ശബ്ദം. നമുക്കറിയാം, മറിയ ഒരു ഗബ്രിയേൽ ദൂതനുമായിട്ട് സംഭാഷണം നടത്തി. അതിൻ്റെ 34-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഗബ്രിയേൽ പറഞ്ഞ ഈ സന്ദേശത്തിന് മറിയ ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞു, മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അവൾ കന്യകയായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ, ക്രിസ്തുവിനെ സംബന്ധിച്ച ദൈവശാസ്ത്രത്തിൻ്റെ പരമമായ ഒരു കാര്യമാണ്. മറിയ ഗർഭിണിയായത് കന്യകയായിട്ടാണ് അവൾ പ്രസവിച്ചത്. അത് മകനെ പ്രസവിച്ചു എന്നുള്ളത് വളരെ ശക്തമായ ഒരു ഉപദേശമാണ്. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ ദൈവം എന്ന് പറഞ്ഞു. അപ്പോൾ സംഭാഷണം രേഖപ്പെടുത്തിയിരിക്കുക. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് വിശ്വസിക്കാൻ തക്കവണ്ണമുള്ള ഒരുപാട് കാര്യങ്ങൾ, ചരിത്രത്തിൽ നടന്ന വസ്തുതകൾ നമുക്കിവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 3-ാമതായിട്ട് ദൂതന്മാർ. അത് നമ്മുടെ 2-ാം അധ്യായത്തിൽ വായിച്ച വേദഭാഗമാണ്. ലൂക്കോസിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ ഭാഗത്ത് നമ്മൾ വായിച്ചാണ്. 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ദൂതൻ, അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി അവർ ഭയപരവശരായി. ഒരു ദൂതൻ വരികയാണ്. ഈ ദൂതൻ അവരോട് സംസാരിക്കുകയാണ്. അത് സ്വർഗീയ ദൂതാണത്, സ്വർഗത്തിലെ സന്ദേശമാണ്. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ സംബന്ധിച്ച, നമ്മുടെ രക്ഷയെ സംബന്ധിച്ച, നമ്മളുടെ വീണ്ടെടുപ്പിനെ സംബന്ധിച്ച വലിയ ഒരു ശബ്ദം, അവിടെ ഒരു സംസാരം ഉണ്ടാകുകയാണ്. അതാണ് നമുക്ക് ലൂക്കോസിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുള്ളത് 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഇത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരു മഹാസന്തോഷത്തിൻ്റെ ദിവസമാണ് ക്രിസ്മസ്. നമ്മൾ 25-ാം തീയതി, ഡിസംബർ 25-ാം തീയതി ഘോഷിക്കുന്നു എന്നുള്ളൊരു
പരമാർത്ഥമാണ്. എങ്കിലും അതൊരു പാരമ്പര്യം കൂടിയാണ്. കർത്താവ് യേശു ക്രിസ്തു വാസ്തവമായിട്ട് എത്ര എന്നാ ജനിച്ചതെന്നുള്ളത് നമുക്കത് വലിയ പണ്ഡിതന്മാരുടെ ജോലിയാണ്. ചിലർ സെപ്റ്റംബർ 26 ജനിച്ചു എന്ന് വിശ്വസിക്കുന്നു, ചിലർ ഓഗസ്റ്റിൽ ജനിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഡിസംബർ 25 അല്ല കർത്താവ് ജനിച്ചത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു വസ്തു. എങ്കിലും പാരമ്പര്യമായിട്ട് ഇത് നമ്മൾ ആഘോഷിച്ചു വരികയാണ്. എന്നാൽ ഈ ക്രിസ്തുമസിൻ്റെ സത്ത എന്ന് പറയുന്നത്, അതിൻ്റെ എസെൻസ്, അതിൻ്റെ ഏറ്റവും കാതലായ ഭാഗം എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങളാണ്. 10-ാം വാക്യത്തിൽ ഇപ്പം വായിക്കും, ദൂതൻ അവരോട് സർവ്വജനത്തിനുണ്ടാകുന്നുണ്ട് മഹാസന്തോഷം, ഞാൻ നിങ്ങളെ സുവിശേഷിക്കുന്നു. 11-ാം വാക്യം, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് ദി മെസ്സേജ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അതിൻ്റെ സത്ത എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ എസെൻസ്, അതിൻ്റെ ഏറ്റവും കാതലായ ഭാഗം, കർത്താവായ ക്രിസ്തു. അപ്പോൾ കർത്താവ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈസ് ലോഡ്, ഈസ് ഫുള്ളി ഗോഡ്. അവൻ ക്രിസ്തുവാണ്. അത് മശിഹ എന്ന് പറയുമ്പോൾ യഹൂദന്മാർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷിതാവാണ് ക്രിസ്തു. അതുമാത്രമല്ല, അത് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദാവീദും അവൻ്റെ പട്ടണമായ ബെത്ലഹേം, എത്രയോ ചരിത്ര യാഥാർത്ഥ്യങ്ങളും ദൈവിക സത്യങ്ങളും ചേർന്ന ഒരു സുദിനമാണ് ക്രിസ്മസ്. അതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കി നമ്മുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഏറ്റവും ആനന്ദകരവും ഏറ്റവും മനോഹരവുമാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ ക്രിസ്തുമസിൻ്റെ മഹത്വം എന്താണ്? 2:14 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, മഹത്വം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പോൾ 2 കാര്യങ്ങളാണ് ക്രിസ്മസിനോടുള്ള ബന്ധത്തിൽ. 1, ദൈവത്തിന് മഹത്വം. 2, ഭൂമിയിൽ സമാധാനം, ദൈവപ്രസാദമുള്ളവർക്ക്. നമ്മൾ ദൈവപ്രസാദമുള്ളവരാണോ? ഈ വാസ്തവമായി സമാധാനത്തിൽ നമ്മൾ കടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിങ്ങനെ ഈ കോലാഹലങ്ങളുടെ മധ്യത്തിൽ എല്ലാവരും ആഘോഷിക്കുന്നു, എല്ലാവരും പാടുന്നു, നമ്മളും പാടുന്നു. അതിലപ്പുറമായിട്ട് ചരിത്ര യാഥാർത്ഥ്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ട സ്വർഗവും ഭൂമിയും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഈ സത്യം, അത് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജനിച്ചു, എന്നാൽ തുടർന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുകയാണ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത്. അവനിൽ നമ്മൾ വിശ്വസിക്കുമോ എന്നാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പം അങ്ങനെ ഈ വിവിധ ശബ്ദങ്ങൾ ക്രിസ്മസിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പിന്നെ നമുക്ക് ആട്ടിടയന്മാരെ കാണാം. ലൂക്കോസിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15-20 വാക്യങ്ങൾ, അവിടെ ദൂതന്മാർ അവിടെ സംബന്ധിച്ച് എഴുതിയിരിക്കുകയാണ്. ആട്ടിടയന്മാർ, അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ, ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബെത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മളോട് അറിയിച്ച ഈ സംഭവം, കർത്താവിൻ്റെ ദൂതൻ അവിടെ സംസാരിച്ചു നമുക്കറിയാമല്ലോ, അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസേഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ ആ വാക്കുകൾ അറിയിച്ചു. ദൂതന്മാർ പറഞ്ഞതും അവർ കണ്ടതും മറിയ ചെയ്തതും എല്ലാം ഒരേ സംഭവമാണ്. അപ്പോൾ ഈ സംഭവം കർത്താവായ യേശു ക്രിസ്തു ആകുന്ന രക്ഷിതാവിനെ സംബന്ധിച്ചതാണ് എന്നുള്ളത്. അവൻ രക്ഷിതാവാണ്, ലോകരക്ഷിതാവാണ്, സേവ്യർ ഓഫ് ദ വേൾഡ്. അത് ക്രിസ്ത്യാനികളുടെ മാത്രമല്ല എന്നുള്ളത് സർവ്വജനത്തിനുമുള്ളൊരു സന്തോഷത്തിൻ്റെ വാർത്തയാണത്. ഇത് നമ്മൾ വാസ്തവമായിട്ട് അറിയിക്കണം. നമ്മുടെ കരോളിൽ നമ്മൾ നമ്മുടെ ജോഷുവ ഓർപ്പിച്ചതുപോലെ, മമ്മി ഓർപ്പിച്ചതുപോലെ നമുക്ക് ഇത് മറ്റുള്ളവർ പറയേണ്ടതാണ് സുവിശേഷം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവ് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത നമുക്കുണ്ട്. അത് അവനിൽ വിശ്വസിക്കണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആട്ടിടയന്മാരുടെ വലിയ ഒരു സാക്ഷ്യം നാം ഇവിടെ കാണുന്നു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. ഇതൊരാശ്ചര്യ വിഷയമാണ്. ദൈവം ആശ്ചര്യങ്ങളുടെ ദൈവമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. 19-ാം വാക്യത്തിൽ മറിയ ഈ വാക്ക് ഒക്കെയും ഹൃദയത്തിൽ സംഹരിച്ചു ധ്യാനിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പുകഴ്ത്തിക്കൊണ്ട് മടങ്ങിപ്പോയി.
അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തു ജനനത്തോടുള്ള ബന്ധത്തിൽ എല്ലാ പാട്ടുകളും എല്ലാ ആഘോഷങ്ങളുടെയും പ്രഥമ ഉദ്ദേശം എന്തായിരിക്കണം? ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അത് പാരമ്പര്യമായിട്ട് ചെയ്താലും അല്ലാതെ ചെയ്താലും ക്രിസ്മസ് അതായിരിക്കണം. കാരണം ദൈവം നമുക്ക് ലോകരക്ഷിതാവിനെ നൽകിയിരിക്കുകയാണ്. അത് കർത്താവായ ക്രിസ്തു തന്നെയാണ്. ദാവീദ് ഗൃഹത്തിൽ ജനിച്ച അവനാണ് എന്നുകൂടി ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹം. അങ്ങനെ വിവിധ ശബ്ദങ്ങളും സംസാരവും പ്രഖ്യാപനങ്ങളും ദൈവിക പദ്ധതിയും യേശുക്രിസ്തുവിനെ എന്ന വ്യക്തിയെയും യേശുക്രിസ്തുവിൽ ദൈവിക ഉദ്ദേശവും വെളിപ്പെടുത്തുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഒരു വെളിപ്പാടാണ്. ദൈവം നമ്മളോട് അറിയിക്കുകയാണ് തൻ്റെ പദ്ധതി, തൻ്റെ പുത്രനിലുള്ള പദ്ധതി നമ്മൾ അറിയിക്കുകയാണ്. അതോട് ബന്ധപ്പെട്ട് അവൻ്റെ ദൈവിക ഉദ്ദേശം, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? നമ്മുടെ രക്ഷ തന്നെയാണ്, നമ്മുടെ സന്തോഷമാണ് ദൈവത്തിൻ്റെ വിഷയം. പാപത്താൽ നഷ്ടപ്പെട്ടു പോയ അതിൻ്റെ ദുഃഖവും കരച്ചിലും നെടുവീർപ്പും ദുഃഖവുമുള്ള ഈ ലോകത്തിൽ സന്തോഷത്തിൻ്റെ ഒരു വാർത്തയാണ്. അതുമാത്രമല്ല, നമ്മുടെ ആത്മീയ രക്ഷയെ സംബന്ധിച്ചും ദൈവം ഉദ്ദേശിക്കുന്നു എന്നുള്ള ദൈവ വെളിപ്പാടുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ യേശുക്രിസ്തു എന്ന സത്യം പരിവർത്തനമുണ്ടാക്കണം. അതാണ് ക്രിസ്മസിൽ നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമതായിട്ട് ക്രിസ്മസ് കർത്താവിൻ്റെ പ്രവചനങ്ങളിലുണ്ടായ അരുളപ്പാടുകളിൽ ആരംഭിച്ചതാണ്. ദൈവം പറഞ്ഞു തുടങ്ങിയ ദൈവിക ഉദ്ദേശങ്ങൾ അത് പ്രവചനമായിട്ട് എന്ന് പറഞ്ഞ് നടക്കുന്നതിന് മുന്നമേ തന്നെ ദൈവം പറയുകയാണ്. നമുക്കറിയാം ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവമായിരിക്കുന്ന ഒരു കാരണം ദൈവത്തിന് ആദ്യം മുതൽ അന്ത്യം വരെ അറിയാം. നമുക്ക് ഒരു ആരംഭം അറിയാം, തുടർന്നുള്ള കാര്യങ്ങൾ അറിയാം, അവസാനം നമുക്കറിയത്തില്ല. എന്നാൽ ദൈവത്തിന് ആദ്യവും അന്ത്യവും അറിയാം. ഈസ് ദി ബിഗിനിങ് ആൻഡ് ദി എൻഡ്, ആൽഫ ആൻഡ് ദി ഒമേഗ. അതുകൊണ്ട് ദൈവത്തിന് പ്രവചനങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. അതാണ് പ്രവചനങ്ങളുടെ പ്രത്യേകത. ഇത് ദൈവവചനത്തിൽ മാത്രം, ബൈബിളിൽ മാത്രമുള്ള ഒരു ദൈവിക സത്യമാണ്. അതുകൊണ്ടാണ് ഈ ബൈബിളിലെ ദൈവം മാത്രമാണ് ദൈവമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്യുന്നത്. കാരണം ദൈവത്തിന് മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ദൈവത്തിന് ആദ്യവും അന്ത്യവും അറിയാം, അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാം ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവത്തിന് മുന്നമേ നമ്മളോട് പറയാൻ കഴിയും. അതുകൊണ്ട് യെശയ്യാ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മൾ കരകളിൽ വായിച്ചു. 9-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ വായിച്ചു. ഇതൊക്കെ മുന്നമേ കർത്താവ് ദൈവം നമുക്ക് വെളിപ്പാട് നൽകിയിരിക്കുകയാണ്. ഒരു അടയാളമായിട്ടൊരു കന്യക ഒരു മകനെ പ്രസവിക്കും. അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്നായിരിക്കും. ദൈവം നമ്മോടുകൂടെ എന്നുള്ള പേര്. അവൻ ദാവീദിൻ്റെ ഗൃഹത്തിൽ ഭരിക്കുന്ന രാജാവാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ രാജാസ്ഥാനം ഉള്ള ഒരു വ്യക്തിയാണ് ജനിച്ചത്. ഇന്ന് രാജാവ് എവിടെ? രാജ്യം എവിടെ? രാജാവിനെ അവർ ക്രൂശിച്ചു, ഇല്ലയോ? മരിച്ചു അടക്കപ്പെട്ടു. അതുകൊണ്ട് അവൻ്റെ രാജ്യത്വവും അവൻ്റെ ഭൂമിയിലുള്ള ഭരണവും ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. കാരണം അവൻ ക്രൂശിൽ കയറ്റി അവരെ കൊന്നു. അതുകൊണ്ട് ക്രിസ്മസ് ക്രിസ്തുവിന് മുന്നോടിയായി ഒരുപാട് പ്രവചനങ്ങൾ വേദത്തിൽ, അതിൽ 1-2 യെശയ്യാ പ്രവചനത്തിൽ മാത്രമാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. രണ്ടാമതായിട്ട് ക്രിസ്തുവിന് മുന്നോടിയായി സ്നാപക യോഹന്നാൻ്റെ വരവ്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു ദാവീദിൽ ജനിക്കുന്നതിന് മുമ്പ് അവൻ മുന്നോടിയായിട്ടൊരാളെ അയക്കും. അതാണ് സ്നാപക യോഹന്നാൻ. അതും പ്രവചന നിവൃത്തിയായിരുന്നു. അതുപോലെ തന്നെ പ്രവചനം ദൈവവചനത്തിലെ പ്രത്യേകതയാണ്. വേറെ ഒരു പുസ്തകങ്ങളിലും ഇല്ലാത്തൊരു പ്രത്യേകത. കാരണം എന്താണ്? ദൈവവചനത്തിൽ മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ്. കാരണം ദൈവത്തിന് മാത്രമാണ് ആദ്യവും അന്ത്യവും അറിയാവുന്നത്. ആയതിനാൽ പ്രവചനങ്ങൾ സത്യത്തെ തെളിയിക്കുന്നു, പ്രവചിക്കുന്നു, അത് അതേപടി സംഭവിക്കുന്നു. അത് ഒരു സത്യമായിട്ട് നമുക്ക് കണക്കാൻ കഴിയും. ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ ക്രിസ്തുവിനെ സംബന്ധിച്ച പ്രവചനങ്ങൾ മതിയായത് ആകുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായിട്ട് ദൈവം മാത്രമാണ് വെളിച്ചത്തിൻ്റെ പ്രഭാവം. ദ സോഴ്സ്, ഗോഡ് ഈസ് ലവ്, അതുപോലെ തന്നെ ഗോഡ് ഈസ് ലൈറ്റ്. അതിന് ഒരു പ്രധാനപ്പെട്ട വാക്യം ഞാൻ 1-2 വാക്യങ്ങൾ വായിച്ച് ഇന്നത്തെ കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ്റെ ലേഖനം
1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം അതിപ്രകാരമാണ് വായിക്കുന്നത്. ദൈവം വെളിച്ചമാകുന്നു. ദൈവം വെളിച്ചമാണ്. വെളിച്ചം ദൈവമല്ല. പ്രകാശമെന്നുള്ളത് ദൈവമല്ല. ദൈവം വെളിച്ചമാകുന്നു. അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ഗോഡ് ഈസ് ലൈറ്റ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ സ്നാപക യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ, സുവിശേഷം യോഹന്നാൻ എഴുതിയ വേറൊരു പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അതിന് 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ദൈവം വചനമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും മുഖാന്തരം ഉളവായതൊന്നും അവൻ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വീണ്ടും വെളിച്ചം. പിന്നെ വായിക്കുന്നത് 5-ാം വാക്യം, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. തുടർന്ന് നമ്മൾ യേശുക്രിസ്തു തന്നെ പറഞ്ഞൊരു കാര്യം 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കും. നമ്മൾ ആ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കണം. നമ്മുടെ ഹൃദയം ദൈവം പ്രകാശിപ്പിക്കണം. ഇത് പരിഗണിച്ച് നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളിത് പ്രകാശിതരാക്കി അത് നമുക്ക് ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുവാൻ അത് ഇടവരണം. ഇതാണ് ക്രിസ്മസ് സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്മസ് യേശുക്രിസ്തുവിൻ്റെ വെളിച്ചം, ക്രിസ്മസിൻ്റെ വെളിച്ചം, ക്രിസ്തുവിൻ്റെ വെളിച്ചം. തീർച്ചയായിട്ടും അത് ആ വെളിച്ചം നമുക്കിന്ന് തിരുവചനത്തിലൂടെ, ദൈവവചനത്തിലൂടെ ഈ പ്രകാശം നമ്മളിലേക്ക് വരികയാണ്. അതാണ് ഈ പ്രസംഗത്തിൻ്റെ പ്രാധാന്യം. പാലായിരോട്ടും ബൈബിൾ ചില മലയാളം കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. നമ്മൾ ദൈവത്തിലേക്ക് തിരിയുക, ക്രിസ്തുവിലേക്ക് തിരിയുക, ദൈവവചനത്തിലേക്ക് തിരിയുക, കർത്താവായ യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് സന്തോഷവും സമാധാനമുള്ളവരായിട്ട് ജീവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ സന്ദേശം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇതിനെ ഒരു പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ, എൻ്റെ സാരം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, സംക്ഷേപം എങ്ങനെ ആയിരിക്കണം. ഒന്നാമതായിട്ട്, വ്യക്തികളും സ്ഥലങ്ങളും ക്രിസ്തുവിൻ്റെ ജനനത്തെ സാധൂകരിക്കുന്നു. രണ്ടാമതായിട്ട്, വ്യക്തികളും സ്ഥലങ്ങളും ക്രിസ്തുവിൻ്റെ ജനനം ചരിത്ര സത്യമെന്ന് അവൻ ക്രിസ്തു ആരാണെന്നും നമുക്ക് തെളിവ് നൽകുകയാണ്. മൂന്നാമതായിട്ട്, ദൈവിക വെളിപ്പാടുകൾ നമ്മുടെ ഹൃദയങ്ങളെ യേശു ക്രിസ്തു എന്ന സത്യം അതിലേക്ക് നമ്മൾ പരിവർത്തനപ്പെടുത്തണം. ക്രൈസ്റ്റ് ഷുഡ് ലിവ് ഇൻ അവർ ഹാർട്ട്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹൗ? അത് എങ്ങനെ ആയിരിക്കണം? അത് വിശ്വാസത്താൽ സംഭവിക്കേണ്ട ചരിത്ര യാഥാർത്ഥ്യങ്ങളിൽ മേൽ ദൈവം നമ്മുടെ ഭൂമിയിൽ ചെയ്ത, മനുഷ്യരുടെ ഇടയിൽ ചെയ്ത, കാലത്തിൻ്റെ തികവിൽ ചെയ്ത, സ്ഥലങ്ങളിൽ ചെയ്ത, വ്യക്തികളിൽ ചെയ്ത, സ്വർഗീയമായ ദൂതന്മാരെ അയച്ച് ചെയ്ത കാര്യങ്ങൾ അത് നമ്മുടെ ഹൃദയത്തെ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ പരിവർത്തനപ്പെടുത്തുന്നുവെങ്കിൽ അത് ദൈവിക അനുഗ്രഹങ്ങളായിരിക്കും. നാലാമതായിട്ട്, ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ ക്രിസ്തുവിനെ സംബന്ധിച്ച പ്രവചനങ്ങൾ മതിയായതാണ്. വേറൊരു പുസ്തകങ്ങളില്ലാത്തൊരു വലിയ സത്യമാണ് പ്രവചനങ്ങൾ. മുന്നമേ എല്ലാം അറിയാവുന്ന ദൈവം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കും. അവസാനമായിട്ട്, ക്രിസ്മസ് യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണം. ഇതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം. ക്രിസ്തുമസിൻ്റെ അനുഗ്രഹങ്ങൾ, അതിൻ്റെ യാഥാർത്ഥ്യം, സത്യം ഞങ്ങൾ വിശ്വസിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. മഹത്വം അവിടത്തേക്ക് നൽകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ഏവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, പാലാരിവട്ടം ബൈബിൾ ചർച്ച് കൂട്ടായ്മ എല്ലാവർക്കും അനുഗ്രഹീതവും ആഹ്ലാദകരവുമായ ക്രിസ്മസും പുതുവത്സരവും ആശംസിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. നന്ദി. താങ്ക് യു വെരി മച്ച്.